സർ, ഈ ന്യൂയോർക്ക് മേയറായിട്ട് സോറാൻ മംദാനി വന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എത്തിപ്പെട്ടത് ആരുടെ വിജയമാണ് യഥാർത്ഥത്തിൽ? ഇപ്പം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ന്യൂയോർക്കിസ്ഥാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം പലരും നടത്തുന്നുണ്ട്. അപ്പം അദ്ദേഹം കുറേ വിപ്ലവകരമായിട്ടുള്ള കുറേ അധികം മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പോളിസികളിലൊക്കെ. എങ്കിലും ആത്യന്തികമായിട്ട് ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ജയമാണോ? ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ട്രംപ് എന്തോ മറ്റേ സംഘപരിവാറിൽ RSS മെമ്പർഷിപ്പ് എടുത്ത ആളാണെന്ന് പറഞ്ഞ് വലിയ ആഹ്ലാദമായിരുന്നു. നിങ്ങൾ ഓർക്കണ്ട? അതായത് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു, നമ്മുടെ ജയമാണെന്ന് വിചാരിച്ചാൽ ലാസ്റ്റ് ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. പുള്ളി ഇപ്പോൾ അസീം മുനീറിൻ്റെ സുഹൃത്താണ്, നമ്മുടെ ഫ്രണ്ടല്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പലപ്പോഴും ഇവിടെ നിന്ന് നരേന്ദ്രമോദി തന്നെ ലോകത്തൊരിക്കലും ഇല്ലാത്ത വിധം ഇവിടെ നിന്ന് പോയി ട്രംപിന് വേണ്ടി പ്രചരണം നടത്തിയതാണ്. പക്ഷേ പുള്ളി ചൂട് മാറ്റി, പുള്ളി ഇപ്പോൾ ഇന്ത്യക്ക് ടാക്സ് ഇമ്പോസ് ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. ഇതുപോലെ ഓരോ രാജ്യത്തും ഇരിക്കുന്ന ആളുകൾ, മണ്ടന്മാരായിട്ടുള്ള ആളുകൾ പലതും വിചാരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ന്യൂയോർക്ക് എന്ന് പറയുന്ന സിറ്റി എന്താണ്, അവിടുത്തെ കോർപ്പറേഷൻ എന്താണ് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഉണ്ടാവുള്ളൂ. 40-47% പേര് ഇന്നും അവിടെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്, എന്ന് പറഞ്ഞാൽ മതവിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്. ബാക്കി വേറൊരു 38-39% പേര്, എൻ്റെ ഓർമ്മയിൽ നിന്ന് അടുത്താണ് പറയണത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, 39% പേര്, 40% പേര് യഥാർത്ഥത്തിൽ അവിടെ നോൺ റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ വളരെ ജൂതന്മാരായിട്ടുള്ള ആളുകൾ ന്യൂയോർക്ക് മേയറിന്റെ പരിധിക്കകത്തല്ല, പക്ഷെ ന്യൂയോർക്ക് മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഏതാണ്ട് 10-12 ലക്ഷത്തോളം ആളുകളുണ്ട്. ഇവരിലുള്ള ആളുകളെല്ലാവരും തന്നെ ഈ സോറാൻ മമദാനിക്ക് വോട്ട് ചെയ്തവരാണ്. ഞാൻ ഏതാണ്ട് 7 മാസം മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ അതിൽ എങ്ങനെയാണ് ഇക്കണോമിക് വിഭാഗങ്ങൾ, അതായത് $30,000 കൂടുതൽ മാസ വരുമാനമുള്ളവർ എങ്ങനെയാണ് വോട്ട് ചെയ്തത്, എങ്ങനെയാണ് ഓരോ ജൂതന്മാരും ബാക്കിയുള്ളവരൊക്കെ വോട്ട് ചെയ്തത് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. അതിൽ ഗൗതം അറിയേണ്ടത് വളരെ വലിയ ഭൂരിപക്ഷം അവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവർ മതവും ജാതിയും ഒന്നും ഇല്ലാതെ ഈ സോറാൻ മമദാനിക്ക് വോട്ട് ചെയ്തവരാണ്. ഇനി അടുത്തൊരു കാര്യം, എന്താണ് ഈ ന്യൂയോർക്കിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്കിന്റെ GDP എന്ന് പറയുന്നത് നിസാരമല്ല. അത് ഏതാണ്ട് 1286 ബില്യൺ US ഡോളറാണ്. ആ US ഡോളർ എന്ന് പറഞ്ഞാൽ ഇവിടെ 370 ഉള്ളൂ. ആരുടെ? നമ്മുടെ പാകിസ്ഥാനിലെ 374 ഉള്ളൂ. അതുപോലെ ശ്രീലങ്കയുടെ മറ്റേ 98 ഉള്ളൂ. അതേസമയം മറ്റേ ഇവരുടെ ബംഗ്ലാദേശിന്റെ 498 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഇരട്ടിയാണ്. അത്രയും വലിയൊരു കാര്യമാണ് അവിടെ എന്ന് പറയുന്നത്. 86 ലക്ഷത്തോളം ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വെറുതെ കിടന്ന് പറയുന്നതാണ്. അവിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവിടെ ഇക്കണോമിക്കായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? ഏതാ ഇവിടെ എന്തുകൊണ്ടാണ് മറ്റേ ട്രംപ് RSS ചേർന്ന പോലെ പ്രചരണം നടത്തിയത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഗൗതം ശ്രദ്ധിച്ചു നോക്കോ, പ്രോ സംഘപരിവാർ മുഴുവൻ അനുകൂലിക്കുന്ന ആരെയാണ്? ഇസ്രായേലിനെയാണ്. എന്താ കാര്യമുള്ള ബെഞ്ചമിൻ അതിനെ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ്. ഓക്കെ, ഞാൻ ചോദിച്ചത് ഈ ആരോപണം എന്തുകൊണ്ടാണ് സോറാൻ മമദാനിക്കെതിരെ വരുന്നത്? മമദാനിക്കെതിരെ ആ ആരോപണം ഉന്നയിക്കാറുള്ളൂ. ഇത് അല്ലാതെ വേറെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യമേ ഡൊണാൾഡ് ട്രംപ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ്, പറഞ്ഞത് അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ്. അയാളൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അതെ. പിന്നെ അവിടെ അല്ലെങ്കിൽ തന്നെ ഡെമോക്രാറ്റുകൾക്ക് വലിയ ഭൂരിപക്ഷമുള്ളൊരു നഗരമാണ്, അതുകൊണ്ട് ജയിക്കും. യഥാർത്ഥത്തിൽ അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ഒരാൾ അവിടെ മത്സരിച്ചിട്ട് പോലും അയാളെ പിന്തുണക്കാതെ, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പല സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടായിരുന്ന ഒരാളെയാണ് ട്രംപ് പോലും പിന്തുണച്ചത്. അയാൾക്ക് 41% ഇയാൾക്ക് 51% വോട്ടാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അയാൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്, അയാൾ സോഷ്യലിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്, അയാൾ എന്താണ് അമേരിക്കക്കാരനല്ല എന്ന് പറയുന്നവരുണ്ട്. കൂടാതെ ഇസ്ലാം, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന പലരും ഉണ്ട്. പക്ഷെ യാഥാർത്ഥ്യം ഒന്നായിട്ട് ബന്ധമില്ല. ഗൗതം അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ TP ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ പഴയ അംബാസിഡർ ഇല്ലേ, അദ്ദേഹത്തിന്റെ മകന്റെ മകള് അയാളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, ക്യാമ്പയിനിലുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഈ മകൾ എന്ന് പറയുന്ന TP ശ്രീനിവാസന്റെ കൊച്ചുവെന്ന് പറഞ്ഞ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി ആ കോർപ്പറേഷൻ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കേരളം പോലെ അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം പോലീസ്, ആരോഗ്യം, സ്കൂളുകൾ, വിദ്യാഭ്യാസം, ഇത്തരത്തിലുള്ള 45ഓളം ഡിപ്പാർട്ട്മെന്റുകൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. 3,25,000 വരുന്ന സ്റ്റാഫുകൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതൊരു വലിയ സ്റ്റേറ്റ് ആണ്. അല്ലാതെ നമ്മളിവിടെ മറ്റേ ആര്യ രാജേന്ദ്രനോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കൊച്ചി മേയറോ ഭരിക്കുന്ന പോലെ, അല്ലെങ്കിൽ മറ്റേ വർഗീസ് മറ്റേ ഇവിടെ നിന്ന് ഭരിച്ച പോലെ, തൃശ്ശൂർ മേയർ ഭരിച്ച പോലുള്ള മേയറാണെന്ന് വിചാരിക്കരുത്. പിന്നെ ആരോപണങ്ങൾ, അതിനൊന്നും യാതൊരുവിധ അടിസ്ഥാനവും ഇതേവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ പച്ചയായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ആരോപണം ഉണ്ടാകുന്ന കാര്യം ഇന്ത്യയിലെ ആളുകൾക്ക് മമദാനി ഇഷ്ടമല്ല. എന്താ കാര്യം എന്ന് ആൾക്കറിയോ? ഒറ്റ കാര്യമുള്ളൂ,
വാർ ക്രിമിനലാണ് നരേന്ദ്രമോദി എന്ന പുള്ളി പറയുന്നത്. മനസ്സിലായി? അതുപോലെ മുസ്ലിങ്ങളെ മറ്റേ ബാബറി മസ്ജിദ് ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ്, കടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാടാണെന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ അതിനെയാവും അങ്ങോട്ട് ചെന്നാൽ അവിടെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് പുള്ളി പറഞ്ഞത് ന്യൂയോർക്കിൽ. അപ്പം അത്തരം നിലപാടുകളുണ്ട്. ആ അദ്ദേഹത്തിന് നിലപാടുകളുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ വോക്കലായ ആ നിലപാടുകൾ വളരെ ശക്തമായി പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള വലിയ ഒറേറ്റർ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പ്രതിഷേധങ്ങളുണ്ടാവും. മമദാനി വളരെ വോക്കലായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ നിലപാടെടുക്കും. ഏതാ? അല്ല, ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അദ്ദേഹം നിലപാടെടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അത് നമ്മൾ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കാതൊന്നും ഇരുന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് അത് പറയേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ, അമേരിക്കയിലെ ഒരു റൈറ്റ് വിങ് അജണ്ടകൾ കുറെ കൂടി വലിയ സ്ട്രെങ്തൻ ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം അതിനെതിരെ സംസാരിക്കല്ലാതെ അവിടെയുള്ള ഏറ്റവും ചെറിയ ഭീഷണിക്കെതിരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെതിരെയോ സംസാരിക്കുമോ? അത് സംസാരിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ഉറപ്പായിട്ട് ഇപ്പം നാളെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ സംഘപരിവാറിനെ പറയുന്ന പോലെ എല്ലാ ദിവസവും മറ്റേനെ പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ, സംഘപരിവാർ എന്ന് പറയുന്നതും നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് ആണെന്നേ. ആ സമയത്ത് നമുക്ക് എന്താണ് മറ്റേ സമാജ്വാദി പാർട്ടിയെ കുറ്റം പറയാൻ പറ്റൂ? അപ്പൊ എന്ന് പറഞ്ഞാൽ സമയമുണ്ടാവുമ്പോൾ സന്ദർഭം ഉണ്ടാവുമ്പോൾ എന്ത് പറയും. അതുപോലെ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെതിരെയാണ്? ഡൊണാൾഡ് ട്രംപിനെതിരെയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രസംഗമുണ്ട് അധികാരം ഏറ്റെടുക്കും. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു ഇസ്ലാം വിരുദ്ധനാണ്. ആ രീതിയിലാണ് അദ്ദേഹം പ്രൊജക്ട് ചെയ്യാറുള്ളത്. അല്ല, അദ്ദേഹം വിരുദ്ധനാണ്. അദ്ദേഹം ഇനി നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം പറയാം, അദ്ദേഹം ഇന്ത്യ വിരുദ്ധൻ കൂടിയാണ്. അദ്ദേഹം ഈ കുടിയേറ്റക്കാരെയും അവിടെ നിന്നുള്ള ആളുകളെയും മുഴുവൻ ഒഴിവാക്കുക. കുടിയേറ്റ വിഷയത്തിലൊക്കെ മംദാനി സ്വീകരിക്കുന്ന ചില വളരെ കുറച്ചായിട്ടുള്ള കടുപ്പിച്ചിട്ടില്ലാത്ത നിലപാടുകൾ മമദാനി കടുപ്പിച്ച് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മമദാനി അദ്ദേഹത്തിന്റെ മറ്റേ സ്പീച്ചിൽ ഗംഭീരമായിട്ട് അദ്ദേഹം പറഞ്ഞത് പോലീസിന്റെ കർശനമായിട്ടുള്ള സംഗതികളൊക്കെ അതിലൊക്കെ ചെറിയ അയവ് വേണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിൽ അദ്ദേഹം പറഞ്ഞ കർശനമായിട്ട് എതിരായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം നല്ല വെടിപ്പായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ഗൗതത്തിനോട് പറയാം. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന സിറ്റിയെ ബിൽഡ് ചെയ്തിട്ടുള്ളത് മുഴുവൻ ഇതുപോലെ വന്നിട്ടുള്ള മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവരാണ് ഈ ന്യൂയോർക്ക് സിറ്റിയെ ബ്ലഡും അവരുടെ വിയർപ്പും കൊടുത്ത് ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ അവരാണ് ഇവിടെ എന്ത് ചെയ്ത് താമസിക്കുന്നതും അവരാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവരാണ് അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നതും. അതായത് പുള്ളി തന്നെ അധികാരത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് മുഹമ്മദ് അത്തരത്തിലുള്ള ഒരു ഇമിഗ്രന്റ് ആയിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയും. തീർച്ചയായിട്ടും. അപ്പൊ അത് അദ്ദേഹത്തിന് കർക്കശമായ നിലപാടുകളാണ്. ഒരെണ്ണത്തിലും അദ്ദേഹം അത് ഒളിച്ചു വെക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് സത്യമാണ്. ഇത് ട്രംപ് അടക്കമുള്ള ആളുകൾ എവിടെ നിന്ന് വന്നാണ്? ആരായിരുന്നു അമേരിക്കൻ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ? അതൊക്കെ വേറൊരു വലിയ ഡിബേറ്റാണ്. പഴയ റെഡ് ഇന്ത്യൻസ് അടക്കമുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ മഹാഭൂരിപക്ഷ ആളുകളും പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണ്. ന്യൂയോർക്ക് സിറ്റി പ്രത്യേകിച്ചും യൂറോപ്പിൽ നിന്നൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്തകൾ പല ഇന്റർനാഷണൽ മീഡിയകളൊക്കെ നൽകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ട്രംപ് ആരായിരുന്നു, അമേരിക്കൻസ് എങ്ങനെയാണ് റെഡ് ഇന്ത്യൻസിനെ ഇല്ലാതാക്കിയത്, അത്തരത്തില് ഒരു കോളനി വൽക്കരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള യൂറോപ്പിനെ മറ്റൊരു കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ ഈ മമദാനിയെ ബാക്ക് ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പ് അതിനുള്ള ശ്രമം നടത്തുമോ? ഒരു ഉപകരണം മാത്രമായിട്ട് അവരുടെ അജണ്ട വഴിയെ നടപ്പിലാക്കാൻ ഇപ്പം കുറേയധികം സ്വാതന്ത്ര്യവും ലിബറലിസം ഒക്കെ പറഞ്ഞുകൊണ്ട് വഴിയെ നമുക്ക് അതിനെ കമ്പയർ ചെയ്യുന്നത് ഇപ്പം 1979 ഇവിടെ ഇറാനിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പം ഖൊമേനി അധികാരത്തിൽ വരുമ്പം സപ്പോർട്ട് ചെയ്യാൻ കുറേയധികം ലെഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം അധികാരത്തിൽ വന്നപ്പോൾ ഈ ഖൊമേനി തന്നെ ലെഫ്റ്റിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു. ഈ ചരിത്രത്തിൽ നിന്ന് അവനവന് ആവശ്യമുള്ളത് എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു കുതന്ത്രം എല്ലാവിധ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിക്കാർക്കുള്ളൊരു അഭ്യാസമാണ്. ഓക്കെ, ഇപ്പോൾ ഗൗതം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ലളിതമായിട്ട് അങ്ങോട്ട് പറയാം. അതായത് ഈ പറയുന്ന 1979 ഒരു റവല്യൂഷൻ കഴിഞ്ഞ് ഇറാനിൽ അധികാരത്തിലേക്ക് വന്ന ഭരണകൂടം അതിനു മുമ്പുണ്ടായിരുന്ന ഷാ ഭരണകൂടത്തിനെതിരെ ഫൈറ്റ് ചെയ്തവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. CPM-കാരല്ല, കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജികളുള്ള ആളുകളും കൂടി ഉണ്ടായിരുന്നു. അതാണല്ലോ സത്യം. എന്നിട്ട് ഇവർ ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്തു, അവരെല്ലാം ഇല്ലാതാക്കി, അവർക്ക് വലിയ കൊടിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. ശരിയാണ്. എൻ്റെ പൊന്നുകത് ലോകത്ത് എല്ലായിടും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ദിരാഗാന്ധി ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടല്ലേ സിഖ് ഈ പറഞ്ഞ പോലെ ഭിന്ദ്രപാലയും സിഖ് തീവ്രവാദമൊക്കെ ഉണ്ടാവുന്നത്. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? ഇനി ഇത് പോട്ടെ, ഒരു ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ആരോപണമായി ഉള്ളത് ഇന്ദിരാഗാന്ധി RSSന്റെ പോലും ഹെൽപ്പ് വേണ്ടിയിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് ഇല്ലാതാക്കി. അവിടെ ഒരു വിഷമം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലെഫ്റ്റിനെ തങ്ങളുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയും
ആവശ്യം നിറവേറ്റി കഴിയുമ്പോൾ ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്ന പ്രവണത അത് ശരിയാണോ എന്നുള്ളതാ. അതൊക്കെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ 2 എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യയിൽ പറഞ്ഞത് എന്തുകൊണ്ട് അത് ലോകത്തെ എല്ലായിടത്തും രാഷ്ട്രീയം എന്ന് പറയുന്ന അങ്ങനെ അവസരങ്ങളുടെ കല കൂടിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇന്ന് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചിരുന്നുകൊണ്ട് അടിയന്തരാവസ്ഥ എതിർത്തില്ലേ? അതിൽ ചില പാർട്ടികൾ ഇല്ലാതായി പോയിട്ടുണ്ട്, പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ അതുകൊണ്ട് അവരന്ന് ഇവരെ ചതിച്ചതാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അധികാരം കിട്ടിക്കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? കൂട്ടത്തിൽ നിൽക്കുന്ന കക്ഷികളെ പോലും മാറും. അത് ലോക ചരിത്രത്തിൽ വേണമെങ്കിൽ 50 എക്സാമ്പിൾ ഇപ്പൊ സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കേവലം ഒരു ഉപകരണം മാത്രമാണ്. അല്ല, ലെഫ്റ്റ് ചില സ്ഥലങ്ങളിൽ ഉപകരണമാകും, ചില സ്ഥലങ്ങളിൽ ലെഫ്റ്റ് പ്രാമുഖ്യമുള്ളത് ലെഫ്റ്റ് എന്ത് ചെയ്യും, വലിയ അപ്പർ ഹാൻഡ് നേടും. ബാക്കിയുള്ളവരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ റഷ്യയിലും അതുപോലെ ചൈനയിലും ഒക്കെ ഇതുപോലെ തന്നെ കൂടെ നിന്ന ആളുകളെ പലരെയും എന്ത് ചെയ്തിട്ടുണ്ട്? കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഇപ്പൊ ഈ മബ്ദാനിയൊക്കെ ഇപ്പം ഹോമോസെക്ഷുവാലിറ്റിയും അതുപോലത്തെ ക്യൂർ വിഷയങ്ങളിലൊക്കെ വളരെ ബോൾഡായിട്ടുള്ള നിലപാട് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് ഇസ്ലാമിക കമ്മ്യൂണിറ്റിയൊക്കെ സ്വീകരിക്കുക? ലെഫ്റ്റിന് അത് അവർക്കിടയിൽ പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ സാധിക്കുമോ? ഒക്കെയുള്ള ആശങ്കകളൊക്കെ ഉയരുന്നുണ്ട്. അല്ല, ലെഫ്റ്റിന് അവരുടെ ഇടയിൽ ആർക്ക്? ലെഫ്റ്റിനല്ല താങ്കൾ ഉദ്ദേശിച്ച മറ്റേ ഇസ്ലാം ഫണ്ടമെന്റലിസ്റ്റുകൾക്കിടയിലായിരിക്കും. ലെഫ്റ്റിന് എന്താ പ്രശ്നമുള്ളത്? ലെഫ്റ്റിന് അതിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ അങ്ങനെ നിലപാടുകൾ ഇപ്പോഴേ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുയായികളും അതുപോലെ ബാക്കിയുള്ള ആളുകളും ഒക്കെ പറയുന്നത് അത്തരത്തിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടുകൾ തന്നെയാണ്. ഇനി അതെടുത്തില്ല എന്നുള്ളത് കൊണ്ട് ന്യൂയോർക്ക് ജനം തെരഞ്ഞെടുത്തിട്ടുള്ള മേയർ അദ്ദേഹം അല്ലാതാവോ? അതൊന്നും ആകാൻ പോണില്ല. അതല്ലെങ്കിൽ ഇവര് സഹിക്കുക. ഈ എക്സ്ട്രീമിസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റ് നിലപാടെടുക്കുന്നവർ താൽക്കാലികമായി ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തു, അവരെന്ത് ചെയ്യുക? സഹിക്കുക. അത്രേ ഉള്ളൂ. അല്ല സാർ, ഇതെന്തുകൊണ്ട് ഈ ചോദ്യം ഉയരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള വീഡിയോസ് അടക്കം പ്രചരിക്കുന്നുണ്ട്. അതായത് ചില ആളുകള് ഇത് ഞങ്ങളുടെ വിജയമാണ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ന്യൂയോർക്കിസ്ഥാൻ വന്നു എന്ന് പറഞ്ഞിട്ട് തക്ബീറൊക്കെ വിളിച്ചുകൊണ്ട് പലരും മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നു. അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഉയരാലോ. ഇതൊക്കെ ലോകത്തുള്ള താങ്കൾ പറഞ്ഞ വീഡിയോകളും ബാക്കിയുള്ളതൊക്കെ വേറെ ഏതോ ലോകത്തിരുന്ന് ആളുകൾ വേറെ പല രാജ്യത്തിരുന്ന് അവനവന്റെ താല്പര്യത്തിന് എന്ത് ചെയ്യുന്നതാണ് ചെയ്യുന്നൊരു കാര്യം. ഞാനിപ്പോ ഒരു വീഡിയോ കാണിക്കാം, അത് ന്യൂയോർക്കിൽ നിന്നുള്ള വീഡിയോ. ആയിക്കോട്ടെ, ഇത് ഓരോരുത്തരുടെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസ് അവിടെ ഉണ്ട്, 45ഓളം വരുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ റെന്റ് ഹൗസ് കിട്ടാനുണ്ടായില്ല, വീടുകളുടെ ലോൺ മേഖല കൂടുതലായിരുന്നു. അതുപോലെ മറ്റ് പല എമൗണ്ടുകളും അദ്ദേഹം ഫ്രീ ആയിട്ടുള്ള ഗ്രോസറികൾ കൊടുക്കാമെന്ന് പറഞ്ഞു, ടാക്സുകൾ അദ്ദേഹം ഫ്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു, മറ്റേ പുറത്തേക്കുള്ള ട്രാവൽ എക്സ്പെൻസുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ഫ്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്താണ് പണക്കാരിൽ നിന്ന് ടാക്സ് വർദ്ധിപ്പിച്ചു. അപ്പൊ അങ്ങനെ 100 അതൊക്കെ നേരത്തെ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഉണ്ടായതാണ്. അപ്പൊ അതുപോലെ ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഈ ആളുകൾ പറയുന്നത് പോലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ന്യൂയോർക്കിസ്ഥാൻ ഒന്നും ആക്കിയത് കൊണ്ടല്ല. പിന്നെ ഏതെങ്കിലും ഒരുത്തൻ നിന്ന് തലക്ക് വെളിവില്ലാത്ത ഒരാൾ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും. പിന്നെ ഇന്ത്യയില് 150 കോടി ജനങ്ങളിൽ ആരെങ്കിലും നിന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നു, ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് അതാറ്റയാവോ? തീർച്ചയായിട്ടും. എന്തായാലും ലെഫ്റ്റിനെ വിഴുങ്ങാതിരിക്കട്ടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ന്യൂയോർക്കിസ്ഥാൻ.